നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാന ലാപ്പിലേക്ക് കടന്നിരിക്കുകയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് പേരൂർക്കട ജംഗ്ഷനിലാണ്. ഇവിടെ മൂന്ന് മുന്നണികളുടെയും കലാശക്കൊട്ട് ഒരു ഉത്സവ മാമാങ്കം പോലെ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു എല്ലാ ജില്ലകളിലും ഈ ഒരു സമയം കലാശക്കൊട്ടിന്റെ ആ ഒരു ആവേശ തിമിർപ്പിലായിരിക്കും. മാത്രമല്ല എനിക്ക് തോന്നുന്നു തിരുവനന്തപുരം ജില്ലയിൽ BJP ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വയ്ക്കുന്ന ഒരു മണ്ഡലമാണ് വട്ടിയൂർക്കാവ്. വട്ടിയൂർക്കാവ് എനിക്ക് തോന്നുന്നു ഏകദേശം A ക്ലാസ് മണ്ഡലം എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. ഇവിടെ BJP ഏറ്റവും കൂടുതൽ വിജയപ്രതീക്ഷ വയ്ക്കുന്ന ഒരു മണ്ഡലം കൂടെയാണ്. മാത്രമല്ല നിയമമണ്ഡലമാണെങ്കിൽ പോലും അവിടെയും BJP ഏറെ പ്രതീക്ഷ വയ്ക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ്. അതോടൊപ്പം തന്നെ ഈ തിരഞ്ഞെടുപ്പ് എനിക്ക് തോന്നുന്നു ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇത്തരത്തിൽ ഒരു തിരഞ്ഞെടുപ്പ് പ്രചരണം വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തിരഞ്ഞെടുപ്പ് പ്രചരണം പൂർത്തിയാക്കേണ്ടി വരുന്നത്. അതായത് മൂന്ന് മുന്നണികളും ഏകദേശം ചുരുങ്ങിയ ഒരു മാസത്തിൻ്റെ പ്രചരണത്തിൻ്റെ ഇടയിലാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ ഒരു പരിസമാപ്തിയിലേക്ക് പോകുന്നത്. ഇനി നാളെ എന്ന് പറയുമ്പം ഏകദേശം നാളെ നിശബ്ദ പ്രചരണമാണ്. അത് കഴിഞ്ഞാൽ എല്ലാ ജനങ്ങളും പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. അവരുടെ വോട്ടുകൾ രേഖപ്പെടുത്തി ഈ നാടിനെ ഈ കേരളത്തെ ആര് നയിക്കണമെന്ന് ഏറ്റവും കൂടുതൽ നിർണായകമായി തീരുമാനിക്കുന്ന ഒരു ദിവസമാണ് ഏപ്രിൽ 9 എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഒരു മാസം കാത്തിരിക്കണം ആര് വാഴും ആര് വീഴും എന്നറിയണമെങ്കിൽ. അതായത് കേരളത്തെ ആര് നയിക്കുമെന്നറിയണമെങ്കിൽ ആ ഒരു മാസക്കാലം നമ്മൾ കാത്തിരിക്കണം. അതോടൊപ്പം തന്നെ എനിക്ക് തോന്നുന്നു ഏകദേശം ഇവിടെ തിരുവനന്തപുരത്ത് നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം എന്നീ മണ്ഡലങ്ങളെല്ലാം തന്നെ A ക്ലാസ് മണ്ഡലങ്ങളായി തന്നെ സ്റ്റാർ മണ്ഡലങ്ങളായി തന്നെ അറിയപ്പെടുന്ന മണ്ഡലങ്ങളാണ്. ഏകദേശം ഇവിടെ എല്ലാം തന്നെ BJP ഏറെക്കുറെ വിജയപ്രതീക്ഷ വയ്ക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ്. മാത്രമല്ല ഈ പ്രാവശ്യത്തെ തിരഞ്ഞെടുപ്പിൽ വേറിട്ട ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിച്ചു. എനിക്ക് തോന്നുന്നു ഒരുപാട് ചർച്ചകളും വിവാദങ്ങളും വർഗീയത പറഞ്ഞുകൊണ്ടുള്ള വോട്ട് പിടുത്തവും മാത്രമല്ല മുഖ്യമന്ത്രി ആരാകും എന്നുള്ളതിനെ കുറിച്ചുള്ള ചർച്ചകൾ UDF-ൽ നിറഞ്ഞപ്പോൾ മുഖ്യമന്ത്രിയുടെ അതായത് ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ഭരണത്തിൽ ജനങ്ങൾ പറഞ്ഞതൊരു കാര്യം, ഇനിയൊരു മാറ്റം ഇവിടെ സംഭവിക്കണം, മാറി വരണം എന്നുള്ള ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് ജനങ്ങളും വിധി എഴുതിയിട്ടുണ്ട്. ജനങ്ങളും പറയുന്നത് 10 വർഷത്തെ ഭരണത്തിൽ അവർ ഏറെക്കുറെ മടുത്തിരിക്കുകയാണ്. ഇനി ഒരു മാറ്റം വരണം, ഇനി വേറെ ഏതെങ്കിലും ഒരു പാർട്ടി ഇവിടെ ഭരിക്കണം എന്നുള്ളൊരു ആഗ്രഹം ജനങ്ങളടക്കം ഇവിടെ പ്രകടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഏകദേശം ഒരു സമയം അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതുമായി ബന്ധപ്പെട്ട് ഒരുക്കങ്ങൾ നടക്കുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതിൻ്റെ ഒരുക്കങ്ങളുടെ ഭാഗമായിട്ടുള്ള അവിടുന്ന് ഇങ്ങോട്ടേക്ക് സ്ഥാനാർത്ഥികളെ കൊണ്ടുവരാനായിരിക്കാം ആ ഒരുക്കങ്ങളുടെ ഭാഗമായി നടക്കുന്ന ചില ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തു തന്നെ ആയാലും നമുക്ക് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കേരളത്തിൽ ആര് വാഴും ആര് വീഴുമെന്ന് അറിയാം.